റോഡിലേക്ക് ഇറക്കി ഓട നിർമ്മിച്ചു എന്ന ആക്ഷേപത്തിൽ കൊടുമണ്ണിൽ നാടകീയ രംഗങ്ങൾ. റോഡ് അളക്കാനുള്ള കോൺഗ്രസ് വെല്ലുവിളി ഏറ്റെടുത്ത മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് സ്വന്തം കെട്ടിടത്തിന് മുൻവശത്തെ റോഡ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, എന്താണ് വിശദാംശങ്ങൾ അവിടെ നിന്നുള്ള? റോഡിലേക്ക് ഇറക്കി ഓട നിർമ്മിച്ചു എന്നുള്ള ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലെ റോഡ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തഹസീൽദാരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ അളന്നു തുടങ്ങിയിരുന്നു. അതേസമയം തന്നെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് സ്വന്തം കെട്ടിടത്തിന് മുൻവശത്തുള്ള റോഡിന്റെ വീതി അളക്കുകയും ഒപ്പം തന്നെ സമീപത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശത്തെ റോഡിന്റെ വീതി അളക്കാൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായത്. ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. തന്റെ കെട്ടിടത്തിന് മുൻവശത്ത് റോഡിന് 12 വീതിയാണ് വേണ്ടതെങ്കിൽ 12 അടി വീതിയാണ് വേണ്ടതെങ്കിൽ 12 മീറ്റർ വീതിയാണ് വേണ്ടതെങ്കിൽ 15 മീറ്റർ വരെ വീതി ഉണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ വകുപ്പ് സ്ഥലം അളക്കാൻ വന്നാൽ സമ്മതിക്കും, എന്നാൽ സ്വകാര്യ വ്യക്തി അളക്കാൻ വന്നാൽ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് നിലപാട്. 100% സ്വകാര്യ വ്യക്തിക്ക് അനുവദിക്കാനുള്ള അംഗീകാരമില്ല. ഇത് അളക്കേണ്ടത് സർക്കാരിന്റെ ആര് വന്നാലും ഞങ്ങൾ തയ്യാറാ. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളക്കുന്നിട്ട് ഞങ്ങൾ തയ്യാറാ. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്നാൽ ഞങ്ങൾ തയ്യാറാണ് 100% തയ്യാറാണ്. ഇത് ജോർജിക്ക് ആർ അധികാരം കൊടുത്തു പാർട്ടി ഓഫീസ് അളക്കാൻ? ജോർജിക്ക് ആർ അധികാരം കൊടുത്തു? ജോർജിയാണോ ആരോഗ്യവകുപ്പ് മന്ത്രി? അതോ അയാളുടെ ഭാര്യയാണോ? ചോദിച്ചാൽ ഞങ്ങൾ ജോർജിയാണോ അയാളുടെ ഭാര്യയാണോ മന്ത്രി? ജോർജിക്ക് ആർ അധികാരം കൊടുത്തു ഇതാ അളക്കാൻ? ഇവിടെ റവന്യൂവിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളന്നോട്ട്, ഞങ്ങൾ കയ്യും കെട്ടി ഇവിടെ നിൽക്കും. ഇങ്ങനെ അളന്നോട്ടെ, ഒരു വിഷയവുമില്ല. വീണ്ടും വെല്ലുവിളിക്കുന്നു. പാർട്ടി ഓഫീസിൽ പൊതുപോലെ ഉണ്ടോ ഇല്ലെന്ന് ഞങ്ങൾ വീണ്ടും വെല്ലുവിളിക്കുക. ജോർജ് ജോസഫിന്റെ ആക്ഷേപം തന്നെ ഇതിന്റെ ഒരു ഭാഗം. ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഒരാക്ഷേപവും ഇല്ല. 100% ഞങ്ങൾ പറയുന്നു, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളന്നാൽ ഞങ്ങൾ കയ്യും കെട്ടിയതിന് അനുകൂലമായിട്ട് നിൽക്കും. ജോർജിക്ക് ആരും അധികാരം കൊടുത്തിട്ടില്ല പാർട്ടി ഓഫീസ് അളക്കാൻ. ജോർജിക്ക് ഒരു മനുഷ്യരും ജോർജിക്ക് അധികാരം കൊടുത്തിട്ടില്ല. ജോർജി ആരാണ് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് അളക്കാൻ? റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വരട്ടെ. ഒരു വഴി അളക്കണ്ട. പാർട്ടി ഓഫീസിന്റെ മുന്നിലെ വഴി അയക്ക് അളക്കാനുള്ള അധികാരമില്ല. കോൺഗ്രസിന്റെ ഞങ്ങൾ കയ്യും കെട്ടി നിന്നു കൊടുക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളക്കട്ടെ. ജോർജിക്ക് ആര് അധികാരം കൊടുത്തു ഇത് അളക്കാൻ? ജോർജിക്ക് ആര് അധികാരം കൊടുത്തു? വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഇതിനകത്ത് പുതുവലുണ്ടെങ്കിൽ അവനെ അളക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വരുന്നു. 100% 23 പേരല്ലേ ഇതിനകത്ത് പുതുമ്പോക്കുണ്ടെങ്കിൽ എടുക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കാം. ആര് പറയുന്നു? അത് ജോർജിയുടെ അളവ്. അത് വീട്ടിൽ ചെന്ന് അത് ഇവിടെ നടക്കണ്ട. ഒന്നുമില്ല. 23, 33 വിഷയം. റോഡ് അളക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പാർട്ടി ഓഫീസ് അളക്കുന്നതിന് ഉദ്യോഗസ്ഥർ വന്ന് അളക്കണം. ഗുണ്ടകളെ വെച്ച് അളക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പൊ റോഡിന് വീതിക്കുറവുണ്ടെങ്കിൽ വേറെ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ റവന്യൂ അറിയാമല്ലോ. അവർ സ്കെച്ച് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കട്ടെ. റോഡിന് അപ്പുറത്തുണ്ടോ ഇപ്പുറത്തുണ്ടോ എന്ന്. ഞങ്ങളുടെ സ്ഥലത്തിനകത്ത് 1 സെന്റ് സ്ഥലം പുറമ്പോക്കുണ്ടെങ്കിൽ ഞങ്ങൾ പൊളിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അതിന് അത് യാതൊരു മടിയുമില്ല. പക്ഷേ ഗുണ്ട വെച്ച് അളക്കാൻ പറ്റത്തില്ല. റവന്യൂ ഉദ്യോഗസ്ഥരെ ഐഡന്റി കാർഡ് ഇട്ട് അളക്കാൻ ഞങ്ങൾ അംഗീകരിക്കും. ജോർജ് ജോസഫ് തന്റെ കെട്ടിടത്തിന് മുൻവശത്തുള്ള റോഡിന്റെ വീതി ആദ്യം അളക്കുകയും അതിനുശേഷം തൊട്ട് അടുത്തുള്ള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ മുൻവശത്തെ റോഡിന്റെ വീതി അളക്കാൻ ശ്രമിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് റോഡ് അളക്കുന്നതിന് എതിർപ്പില്ല, എന്നാൽ ജോർജ് ജോസഫിന് അതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. 17 ഓടയുടെ ഗതി മാറ്റാനാണ് അവിടെ വരാമെങ്കിൽ ഞാൻ അവിടെ നിർത്തി പറഞ്ഞുതരാം. ഓടയുടെ ഗതി ആര് മാറ്റിയെന്നുള്ള അവിടെ നിന്നാൽ ആ മാറിയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പറഞ്ഞുതരാം. തയ്യാറാണോ? വരൂ. അല്ല, ഞാൻ ആക്ഷേപം ഉന്നയിച്ചു എന്നുള്ളതിന് ഞാൻ ഉത്തരം പറയുന്നില്ല. അതിലെനിക്ക് പരാതിയില്ല. എനിക്കത് സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിജസ്ഥിതി ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ചുമതലയാണ്. രോഗം മുഴുവൻ ഞാൻ കുറ്റക്കാരനാണെന്ന് ധരിക്കും. ഈ കോൺഗ്രസ് ഉയർത്തുന്ന മറ്റൊരു ആക്ഷേപം അങ്ങയുടെ കൈവശം കൂടി പുതുവൽ അടക്കമുള്ള സ്ഥലമുണ്ടെന്നാണ്. അല്ല, എൻ്റെ കൈവശം പുതുവൽ ഭൂമി ഉണ്ടെങ്കിൽ അളക്കാൻ അപേക്ഷ കൊടുക്കട്ടെ. എന്തിനാണ് അളവിനെ ഭയക്കുന്നത്? ഞാൻ ഏത് സമയം തയ്യാറാണ്. ഞാൻ ജില്ലാ കളക്ടർക്ക് 12-ാം തീയതി തന്നെ അപേക്ഷ നൽകി. ഇവിടം സർക്കാർ റോഡ് പുറമ്പോക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി സ്കെച്ച് സഹിതം അപേക്ഷ നൽകിയിരിക്കുക. എനിക്ക് ഭയമില്ല.
നിങ്ങൾ ഇതൊന്ന് നോക്കൂ, അലൈൻമെന്റ് മാറ്റത് ആരാണെന്ന് നോക്കൂ. കോൺഗ്രസിന്റെ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്ത് അളന്നതാണ് അവർ തടസ്സപ്പെടുത്തിയത്. അതിനുള്ള അവകാശം തടസ്സപ്പെടുത്തിയില്ലല്ലോ, ഒട്ടും തടസ്സപ്പെടുത്തി. എതിര് പറഞ്ഞു. അളന്നപ്പോൾ കോൺഗ്രസിന്റെ ഓഫീസിന്റെ പടിക്കൽ വീതി, കോൺഗ്രസിന്റെ ഓഫീസിന്റെ പടിക്കൽ 23.7 മീറ്റർ വീതി വേണമെന്നിരിക്കെ അവിടെ ആരളന്നാൽ ഇവരെന്തിനാ ഭയക്കുന്നേ? ഇന്ത്യയിൽ ഏത് പൗരൻ എൻ്റെ ഓഫീസിൻ്റെ എൻ്റെ കെട്ടിടത്തിൻ്റെ പടിക്കൽ ഒരാളെന്നപ്പോൾ ഞാൻ തടസ്സപ്പെടുത്തിയില്ലല്ലോ. എനിക്ക് ഭയമില്ല. എന്താണ്ട് നോക്കൂ, പഞ്ചായത്ത് പ്രസിഡന്റ് CPM പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞത് അദ്ദേഹമാണ് ഇത് ആദ്യം ആശയം ഉന്നയിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത് വലിയ വിവാദത്തിലേക്ക് പോകുന്നത്. എനിക്ക് അതിന്മേൽ എനിക്ക് ഒരഭിപ്രായമില്ല. എൻ്റെ ന്യായങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവിടെ നിന്ന് ഈ ഓട വരുന്നു. ഈ ഓട ഇതുവഴി വരുമ്പോൾ ഇവിടെ ഇതുവരെ പണിതിനകത്ത് വളമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടില്ലേ, അവിടെ വരെ ആ പോസ്റ്റിന് വരെ യാതൊരു മാറ്റവും കാണുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഇരിക്കുന്നു. ഈ ട്രാൻസ്ഫോമർ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പുറത്തുകൂടിയാണ് ഈ KRFB അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദി ഞാനല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, 5 വർഷം മുമ്പ് അളവ് എടുത്തു പോയതാണ്. ഇത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഓട പോകുന്നത് ഈ ട്രാൻസ്ഫോമറിൻ്റെ മുമ്പിൽ കൂടിയാണ്. അവിടെ നോക്കിയാലും ഇപ്പോൾ റോഡ് പണിക്കാർക്ക് 12 മീറ്റർ ആവശ്യമുള്ളത് 12 മീറ്റർ ഉണ്ട്. അവർക്ക് അളവിൽ കുറവ് വരുന്നില്ല. ഈ ഓട മാറ്റിയത് ഞാനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് ഞാനാണോ? ഈ ട്രാൻസ്ഫോമർ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉള്ളതല്ലേ. എൻ്റെ ഈ ബിൽഡിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും കയ്യേറ്റം ഉണ്ടെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ അവർക്ക് പൂർണ്ണമായും ഞാൻ ഈ കെട്ടിടം നൽകിയേക്കാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ കെട്ടിടം പൂർണ്ണമായി അവരുടെ പേരിൽ നൽകിയേക്കാം. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഇത് ഈ ഡ്രെയിനേജിന് പുറത്ത് കിടക്കുന്ന സ്ഥലം എൻ്റെതല്ല, PWDയുടെയാണ്. അവർക്ക് അതിലെ വേണമെങ്കിൽ ഇതിലെ വേണമെങ്കിലും ഡ്രെയിനേജ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവർ സ്ട്രെയിറ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇതിലേ വരുന്നത്. ഈ ഓടയ്ക്ക് എന്തെങ്കിലും ഗതിമാറ്റം ഉണ്ടോ എന്ന് നോക്കൂ, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇവിടെ വരുമ്പം തിരിയുന്നതിൻ്റെ കാരണം ഈ ട്രാൻസ്ഫോർമറാണ്. അത് ഞാൻ സ്ഥാപിച്ചല്ലോ. അവരുടെ എസ്റ്റിമേറ്റിൽ ഈ ട്രാൻസ്ഫോർമർ മാറ്റുന്നതിനുള്ള തുക പോലും കൊള്ളിച്ചിട്ടില്ല. ഈ പഞ്ചായത്തിലെ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ വ്യക്തമായി ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറാണ്. എനിക്ക് പങ്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ചില ചാനലുകളുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ ഡെപ്യൂട്ടി സ്പീക്കർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് അലൈൻമെന്റ് മാറ്റം വരുത്തണം എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എതിലേ വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, ഞാനിതിൽ കക്ഷിയല്ല. ഇതിലെ ഈ കോമ്പൗണ്ടിന് പുറത്ത് ഇത്രയും സ്ഥലം കിടക്കുന്നത് കണ്ടില്ലേ? ഇനി ഇതിനകത്ത് ഇതിലേ കൊണ്ടുപോയാൽ എനിക്കെന്നാ നേട്ടം? എനിക്കൊരു നേട്ടമുള്ള കാര്യമല്ല. എനിക്ക് പാർക്കിങ്ങിന് 7 മീറ്റർ സ്ഥലം അകത്തുണ്ട്. പാർക്കിങ്ങിന് എനിക്ക് സ്ഥലത്തിന് ഒരു കുറവുമില്ല. എനിക്ക് പാർക്കിങ്ങിന് ആവശ്യത്തിലധികം സ്ഥലം കിടക്കുക. PWDക്ക് അവർ വന്ന് കല്ലിട്ടതിലും 2 അടി അകത്ത് മാറിയാണ് ഞാൻ ഈ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ കരം കൊടുക്കുന്ന സ്ഥലം ഇനിയും വേണോ? ഇനിയും ഞാൻ നൽകാൻ തയ്യാറാ. എന്നോട് ആരും ചോദിച്ചില്ലല്ലോ. അല്ല, നിങ്ങൾ ഇവരെ കണ്ടല്ലോ. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അളന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൽ കയറിയില്ല. ഈ PWD റോഡിൽ അളക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗുണ്ടായുസം എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പോൾ പിടികിട്ടിയല്ലോ. അല്ല, എനിക്ക് അതിന്മേലുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ബൗണ്ടറി ഫിക്സ് ചെയ്ത് തന്നത് സർക്കാരാണ്. ആ ബൗണ്ടറിയുടെ ഫിക്സ് ചെയ്തതിനുള്ള രേഖകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാട്ടിത്തന്നു. എന്തെങ്കിലും കൃത്രിമമുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും വിട്ടു തന്നേക്കാം. ആ ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോകുന്നു. എന്നാലും നമുക്ക് ആ ട്രാൻസ്ഫോമർ മന്ത്രിയുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിന് മുന്നിലെ റോഡ് അളക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നാടകീയ രംഗങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CK അഭിലാലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.